എല്ലാവർക്കും നന്ദി. എനിക്ക് ഇന്നലെ ഒരു അനുഭവം ഉണ്ടായി കേട്ടോ. ഞാൻ ഇന്നലെ രാവിലെ കുറേ നാളുകൂടി മുത്തപ്പൻകാവിൽ പോയി, കണ്ണൂർ ജില്ലയിലുള്ള. അവിടെ മുമ്പ് ഞാൻ ഒരുപാട് പോയിട്ടുണ്ട്. പിന്നെ ഞാനും മുത്തപ്പനൊരു ചെറിയ വഴക്കായിട്ട് പോവാറില്ല. ഒരു ദേഷ്യം വന്നു മുത്തപ്പന്, അങ്ങോട്ട് പോയില്ല. പിന്നെ ഞാൻ എന്നിട്ട് കുറേ നാൾ കൂടിയിട്ട് ഇന്നലെ പോവുകയാണ്. എന്തോ ഒരു ആഗ്രഹം, മുത്തപ്പനെ കണ്ട് ക്ഷമയൊക്കെ ചോദിക്കണം എന്ന് വിചാരിച്ച് പോയി. പോകുമ്പോഴേക്കും ഞാൻ തൊഴുത് മുത്തപ്പൻ്റെ അടുത്തെത്തി. തൊഴുത് അവിടെ ഒരു ഇളനീര് വെച്ചു കൊടുക്കണമായിരുന്നു നടക്ക്. ഇളനീര് അന്വേഷിക്കുമ്പോൾ ഇളനീര് അവിടെ എവിടെയില്ല. ഇപ്പോൾ ഒരു വല്യച്ഛനെ കണ്ടു. ആ വല്യച്ഛനോട് ചോദിച്ചു, എനിക്ക് ഒരു ഇളനീര് കിട്ടുമോ, ഇവിടെ എവിടെ ഉണ്ടാവാന്ന് ചോദിച്ചു. അപ്പോൾ ആ വല്യച്ഛൻ പറഞ്ഞു, മോളെ ഇവിടെ ഇല്ല, സ്നേക്ക് പാർക്കിൻ്റെ അവിടെ പോകണം, ഓട്ടോ ആക്കിയിട്ട് പോകേണ്ടി വരും എന്ന് പറഞ്ഞു. മോൾ ഒറ്റയ്ക്കുള്ളൂ? ഞാൻ പറഞ്ഞു, അതെ ഞാൻ ഒറ്റയ്ക്കുള്ളൂ. ഇവിടെ എവിടെയും കിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഞാനിവിടെ കിട്ടുമെന്ന് വിചാരിച്ച വീട്ടിൽ നിന്ന് എടുക്കാണ്ട് വന്നത്. ഇവിടെ മുത്തപ്പന് ഇളനീര് കൊണ്ടുവരുന്ന ഒരാളുണ്ട്, അവരോട് ചോദിക്കട്ടെ പറഞ്ഞു. ഇപ്പോൾ എന്നെ ആ വല്യച്ഛൻ ആ പുള്ളിക്കാരൻ്റെ അടുത്ത് കൂട്ടിയിട്ട് പോയിട്ട് അവരോട് ചോദിച്ചാൽ ഇളനീരുണ്ടോ. അപ്പോൾ എന്നോട് പോകുമ്പോൾ പറയുന്നുണ്ട്, ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടും, ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കിട്ടും എന്ന് പറഞ്ഞു. കൂടുതൽ വേണമെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു, കൂടുതൽ വേണ്ട, എനിക്കൊന്നേ വേണ്ടൂ എന്ന് പറഞ്ഞു. പോയി അവിടെ ചെല്ലുമ്പോഴേക്കും ഭാഗ്യത്തിന് അവിടെ ഇളനീരുണ്ട്. അങ്ങനെ എനിക്ക് ഇളനീര് തന്നു അയാൾ. ഇളനീരിൻ്റെ 50 രൂപയെ വാങ്ങിയുള്ളൂ, 60 രൂപയുണ്ട്. ഇളനീരും കൊണ്ട് ഞാൻ അവിടെ മുത്തപ്പൻ്റെ നടക്കിൽ വെച്ച് തൊഴുത് പ്രാർത്ഥിച്ച് ചായ എല്ലാം പ്രസാദമെല്ലാം കഴിച്ചു. തിരിച്ചിങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി ആ ഇളനീര് മേടിച്ച് ആ ഭാഗത്തേക്ക് ഊട്ടുപുരയുടെ അവിടേക്ക് വരുമ്പോൾ, പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ ഊട്ടുപുരയുടെ അവിടെ വരുമ്പോൾ ഒരു വല്യമ്മ അവിടെ ഇരിക്കുന്നുണ്ട്, ഒരമ്മ. ഞാൻ വിചാരിച്ചു പറശ്ശിനിൽ വന്ന അമ്മയായിരിക്കുന്നു. ഞാൻ ഇത്രയും വർഷം പോയിട്ട് ഇതുവരെ അമ്മേനെ ഞാൻ കണ്ടിട്ടില്ല. അമ്മ പറഞ്ഞു, ഞാൻ ഇവിടെ ഉള്ളതാണ് എന്ന് പറഞ്ഞു. അതെയാ എന്ന് വാലായ്മയാ, ഉള്ളിൽ കയറിക്കൂടാന്ന് പറഞ്ഞിട്ട് അമ്മ പുറത്തിരിക്കുന്നുണ്ട്. ഞാൻ പരിചയപ്പെട്ടു. ഞാനും അവിടെ ഇരുന്നു അമ്മയുടെ ഒന്നിച്ച്. ഞങ്ങൾ ഒരുപാട് സംസാരിച്ചു. അമ്മ അപ്പോൾ മുത്തപ്പൻ്റെ ഒരുപാട് കഥകൾ എനിക്ക് പറഞ്ഞു തന്നു. കേട്ട് കണ്ണ് നിറഞ്ഞു. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. എനിക്ക് കഥകൾ, പുരാണങ്ങൾ കേൾക്കുന്ന ഒത്തിരി ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. പിന്നെ അമ്മ പറഞ്ഞു, ഊണ് കഴിക്കാൻ വെച്ച് 3 മണിക്കത്തെ ഒരു വെള്ളാട്ടുണ്ട്, അതും കണ്ടിട്ട് പോയാൽ മതി മോളെ എന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ പറഞ്ഞു. എൻ്റെ അമ്മ അവിടെ ഇരുന്ന് പുരാണം പറഞ്ഞ് ക്യൂവിൽ നിന്നവരെല്ലാം ഉണ്ണാൻ കയറി. അപ്പം അമ്മ പിന്നെ അവിടെ പിടിച്ചിരുത്തി. തിരക്കുണ്ട് എല്ലാം കഴിഞ്ഞു. ആ അമ്മ എന്നെ ക്യൂവിൽ നിൽക്കാൻ വിട്ടില്ല. ആ അമ്മ എനിക്ക് അവരുടെ ഉള്ളിലെ, ആ മടപ്പുരയുടെ ഉള്ളിലെ വീട്ടിൽ പറഞ്ഞയച്ചിട്ട് അവിടെ ഒരു ചേച്ചി ഇല വെച്ച് എനിക്ക് അവിടുത്തെ ഭക്ഷണപ്രസാദം അവിടെ നിന്ന് ഒട്ടിച്ചു തന്നെ. അതിൽ പരം സന്തോഷം എനിക്ക് വേറൊന്നും ഉണ്ടായില്ല. ഇത്രയും വർഷം പോയിട്ട് ഞാൻ കണ്ണൂർ ജില്ലയിൽ വന്നിട്ട് 35 വർഷമായി. പറശ്ശിനിലിടയ്ക്ക് പോകുന്ന എനിക്കുണ്ടായ ഒരു അനുഭവം. എൻ്റെ മുത്തപ്പൻ എന്നെ 2 കൈ നീട്ടി സ്വീകരിച്ചു. അതിൽ പരം സന്തോഷം എനിക്കൊന്നുമില്ല. എൻ്റെ വല്യമ്മയും ആ അമ്മയുടെ കൂടെ നിന്ന് ഞങ്ങൾ ഒരുമിച്ച് സെൽഫി എടുത്തു, ഫോട്ടോ എടുത്തു. ആ അമ്മയ്ക്ക് ഒത്തിരി സന്തോഷമായി. അമ്മയുടെ കാല് തൊട്ട് ഞാൻ അനുഗ്രഹം വാങ്ങി. ഇതിൽ പരം എൻ്റെ ജീവിതത്തിൽ എനിക്കൊന്നുമില്ല. ഏറ്റവും വലിയ നല്ലൊരു ദിവസമായിരുന്നു ഇന്നലെ എൻ്റെ. ഇനി ഞാൻ ഇടയ്ക്ക് എൻ്റെ മുത്തപ്പനെ കാണാൻ പോകും. ഒത്തിരി സന്തോഷമായി. മുത്തപ്പൻ അവിടെ ഉണ്ടെന്നുള്ള ഒരു സത്യമാണ്. എന്നെ 2 കൈ നീട്ടിയിട്ട് എൻ്റെ മുത്തപ്പൻ എന്നെ ഇന്നലെ സ്വീകരിച്ചു. ഓക്കെ ഗൈസ്.